Hello dears, welcome to our channel once again. Today we are going to study an important essay by Hardin B. Jones, Dangers of Drug Abuse. Dangers of Drug Abuse is an essay written by Hardin B. Jones as a warning against the overdose and abuse of drugs. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് ഡ്രഗ്സിനെ കുറിച്ചിട്ട് അല്ലേ. എന്താ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഒരു തരം മരുന്നുകളാണ്, മെഡിസിൻസ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഡ്രഗ്സ് ഡിസ്കവർ ചെയ്തിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? പല പല ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതിനെ ക്യൂർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പല ഡ്രഗ്സും കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് പലപ്പോഴുമായിട്ട് ആളുകൾ ഡ്രഗ്സിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് അമിതമായിട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു ഉല്ലാസം ലഭിക്കാനും മാനസിക ഉല്ലാസം ലഭിക്കാനുമൊക്കെ ആയിട്ട് അത് പല രീതിയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് നോക്കാം. അതിൽ ഡ്രഗ്സിൻ്റെ സൈഡ് ഇഫക്ട്സിനെ കുറിച്ചിട്ടും എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്താണ് പറയുന്നത്? ഹാർഡിൻ ബി ജോൺസ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്താണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നതെന്ന് നോക്കാം. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. Drugs have been discovered to prevent and cure physical diseases and reverse the disturbances that occur in some mental illnesses. അതായത് പല പല ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ മാറ്റാനും അല്ലേ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകളൊക്കെ പരിഹാരം കാണാനും അല്ലേ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഡ്രഗ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. Drugs have been discovered to prevent and cure physical illnesses and reverse the disturbance that occur in some mental illnesses. നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുമ്പോഴും അല്ലേ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Excitement over what drugs can do has led people to believe that any ailment, infective or psychic, can be relieved by taking a pill. Excitement over drugs can do has led people to believe. എന്നാൽ ഡ്രഗ്സ് കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്നും ഒരു എക്സൈറ്റ്മെൻറ്റ് ലഭിക്കുകയാണ് ആളുകൾക്ക്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്താണ്? ദാറ്റ് എനി എയിൽമെൻറ്റ്, ഏതൊരു ഡിസീസ് ആവട്ടെ, ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഡിസീസ് ആവട്ടെ, അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ഡിസീസ് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഡിസീസ്, അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള ഡിസീസ് ആവട്ടെ, ക്യാൻ ബി റിലീവ്ഡ് ബൈ ടേക്കിംഗ് എ പിൽ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത്? പല പിൽസ് കഴിച്ചിട്ട് അല്ലേ, മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് കഴിച്ചിട്ടാണ് നമുക്ക് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് ഇത് മാറ്റാൻ സാധിക്കുമെന്നുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ്. At the first sight of nervousness, they try pepper pills. ആദ്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? പെപ്പ് പിൽസ് ആയിരിക്കും. ഉത്തേജകം തരുന്ന തരത്തിലുള്ള മരുന്നുകളായിരിക്കും ആളുകൾ ആദ്യം യൂസ് ചെയ്യുന്നത്. എന്നാൽ മെഡിക്കൽ ജേർണൽസ് അഡ്വർടൈസ് ചെയ്യുന്നത് എന്താണ്? ട്രാങ്ക്യുലൈസേഴ്സ്, ആംഫിറ്റമൈൻസ് ആൻഡ് അതർ മൂഡ് ഓൾട്ടറിങ് ഡ്രഗ്സ്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദം ആൻഡ് ദ പബ്ലിക് എക്സ്പെക്ട്സ് മിറക്കിൾസ് ഫ്രം ദം. എന്ന് വെച്ചാൽ അതായത് നമുക്കൊരു ചെറിയ പേടി തോന്നിയാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പെപ്പ് പിൽസ് കഴിച്ചിട്ട് എന്ത് ചെയ്യും? ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മെഡിക്കൽ ജേർണൽസ് പലവിധ മരുന്നുകളുടെയും പരസ്യം കൊടുക്കുന്നുണ്ട് ഇല്ലേ. ഈ പരസ്യങ്ങളിൽ നമ്മളെ ശാന്തരാക്കുവാനുള്ള ട്രാൻക്വിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സന്തോഷം തോന്നിക്കാനുള്ള ആംഫിറ്റമൈൻസ് പോലുള്ള മരുന്നുകളും നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ഡോക്ടേഴ്സ് പോലും, അതായത് മെഡിക്കൽ ജേർണൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെക്കുറിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നുണ്ട്. എന്തിനാണ് ട്രാങ്ക്വിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ആങ്സൈറ്റിയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാങ്ക്വിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. ആംഫിറ്റമൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു തരം ഡ്രഗാണ്. അതിൽ യൂസ് ചെയ്യുന്നൊരു കോമ്പൗണ്ടാണ്. കോമ്പൗണ്ട് യൂസ്ഡ് ആസ് ഡ്രഗാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഫിറ്റമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തോന്നിക്കാനൊക്കെ ഉള്ള ഡ്രഗ്സുകളാണ്. അങ്ങനെയുള്ള പല മെഡിസിൻസാണ്. ഓക്കെ, എന്നാൽ ഇങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിന് ഡ്രഗ് ഇഫക്റ്റ് വരുന്നത്. ഓക്കെ, ലഹരിയായിട്ടത് മാറുകയാണ് ആളുകളുടെ ഉള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. അതാണ് മെഡിക്കൽ ജേർണൽസ് നൗ അഡ്വർടൈസ് ട്രാൻക്വിലൈസേഴ്സ്, ആംഫിറ്റമൈൻസ് ആൻഡ് അതർ മൂഡ് ഓൾട്ടറിങ് ഡ്രഗ്സ്. നമ്മുടെ മൂഡ് പോലും ചേഞ്ച് ചെയ്യത്തക്ക രീതിയിലുള്ള ഡ്രഗ്സുകൾ ആര് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്നാൽ പബ്ലിക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്?
ഇങ്ങനെയുള്ള ഡ്രഗ്സിൽ നിന്നും. മിറക്കിൾസാണ്, അത്ഭുതങ്ങളാണ്. കാരണം അവരങ്ങനെയുള്ള ഡ്രഗ്സ് കഴിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും അൺയൂഷ്വലായിട്ടുള്ള ഭയങ്കര കാംനെസ്സും ക്വയറ്റ്നെസ്സും ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ഒരു മൈൻഡൊക്കെ ഫ്രീ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. അതിൽ നിന്ന് മിറക്കിൾസാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാണ്. ഇൻ സച്ച് എൻ അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ഡ്രഗ് അബ്യൂസ് ഹാസ് സ്പ്രെഡ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെയുള്ള പല മെഡിസിൻസും, അതായത് ആംഫിറ്റമൈൻസും അതുപോലെ തന്നെ ട്രാങ്ക്വലൈസേഴ്സും മൂഡ് ഓൾട്ടറിങ് ഡ്രഗ്സുകളൊക്കെ മെഡിക്കൽ ജേർണൽസ് അഡ്വർടൈസ് ചെയ്യുന്നതും അതുപോലെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ ഓവറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ ഓവറായിട്ട് യൂസ് ചെയ്തപ്പോഴാണ് ഇതൊരു ഡ്രഗ് അബ്യൂസിലേക്ക് വന്നിട്ടുള്ളത് എന്നതാണ് ഹാർഡിൻ ബി ജോൺസ് ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വെൻ പീപ്പിൾ ബിക്കം ഡിപ്പെൻഡൻ്റ് ഓൺ ഡ്രഗ്സ് to solve with your problems, they lose the capacity to deal with the life situations through perseverance, self-discipline and mental effort. When people become dependent on drugs, ആളുകൾ ഡിപ്പെൻഡ് ചെയ്യാണ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡ്രഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. ഇന്ന് ഭയങ്കരമായിട്ട് ആശ്രയിക്കുന്നുണ്ട് അല്ലേ ഡ്രഗ്സിനെ. എന്തിനു വേണ്ടിയിട്ട്? ടു സോൾവ് ദിയർ പ്രോബ്ലംസ്, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും. ആൻഡ് ദേ ലൂസ് ദ കപ്പാസിറ്റി, അങ്ങനെ അവർ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് വരുമ്പോഴേക്കും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ യൂസ് ചെയ്യാണ് ഡ്രഗ്സ്. ആ സമയത്ത് ദേ ലൂസ് ദ കപ്പാസിറ്റി, അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നു? അവരുടെ കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു ടു ഡീൽ വിത്ത് ലൈഫ് സിറ്റുവേഷൻസ്. ഓരോ ലൈഫിൻ്റെ സിറ്റുവേഷൻസും ഡീൽ ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ്. ത്രൂ പെർസീവറൻസ്, അവർക്ക് സ്ഥിരമായിട്ടുള്ള ഉത്സാഹം അല്ലേ, സെൽഫ് ഡിസിപ്ലിൻ, മെൻ്റൽ എഫേർട്ട്, ഇതെല്ലാമാണ് ലഭിക്കുന്നത്. And it is now often considered naive to expend energy on solving a problem. എന്നാൽ ഇറ്റ് ഈസ് ഓഫൺ കൺസിഡേർഡ് നെയ്വ്. നെയ്വ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഫൂളിഷ് ആയിട്ടാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. ടു എക്സ്പെൻഡ് എനർജി, സ്പെൻഡ് ചെയ്യുക എനർജി ഓൺ സോൾവിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എനർജി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ നെയ്വായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതൊരു ഫൂളിഷ് അറ്റംപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആൻഡ് ആർട്ട്ലെസ് ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുന്നു. വെൻ ദർ ഇസ് എൻ ഈസി വേ ഔട്ട്. കാരണം പുറമേ നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനും അതിൽ നിന്നും ഉത്സാഹം കിട്ടാനും തരത്തിലുള്ള മെഡിസിൻസ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കഴിയുന്നത് എന്നതാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡ്രഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് അതൊരു ലഹരിയായിട്ട്, മെഡിസിൻസ് പോലും ആളുകളുടെ ഉള്ളിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ലഹരിയായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. It is a simple step from look what drugs do for me when I feel depressed. It is simple step from look what drugs do for me when I feel depressed. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ പുറമേ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ? ടു ഇമാജിൻ വാട്ട് എ ഡ്രഗ് ക്യാൻ ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഗുഡ് ഡു ഓൾറെഡി. അതായത് വളരെ ഗുഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഏത് യൂസ് ചെയ്യുമ്പോൾ? ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. അതായത് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മരുന്നിനെ ആശ്രയിക്കുന്ന സമയത്ത് അവർക്ക് നിരന്തര പ്രയത്നത്തിൽ കൂടിയും അതേപോലെ ആത്മസംയത്തിൽ കൂടിയും ഒക്കെ മനഃശക്തി കൂടിയും അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി നഷ്ടപ്പെടുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് അവരുടെ വിചാരം എന്താണ്? വളരെ എളുപ്പ വഴികളുള്ളപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് മണ്ടന്മാരായിട്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പം അവരെന്ത് ചെയ്യുന്നു? അസുഖം ഉള്ളപ്പോഴാണ് ജനങ്ങൾ എന്ത് ചെയ്യുക? മരുന്ന് ഉപയോഗിക്കുക. പക്ഷേ അസുഖമില്ലാത്തപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഡ്രഗ്സുകൾ അത് നെഗറ്റീവായിട്ട് അവരുടെ ശരീരത്തിൽ ഇഫക്റ്റ് ചെയ്യുകയും അവർ ഡ്രഗ് അഡിക്റ്റുകളായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഡ്രഗ് അഡിക്റ്റുകളുടെ നമ്പർ കൂടി വരുന്നത് എന്നാണ് ഹാർഡിൻ ബി ജോൺസ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. എ ഡിസ്റ്റിങ്ഷൻ മസ്റ്റ് ബി മെയ്ഡ് however between medicines and essential drugs. അപ്പോൾ നമ്മളൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ? മസ്റ്റ് ബി മെയ്ഡ് however between medicines and essential drugs. മെഡിസിൻസും സെൻഷ്യൽ ഡ്രഗ്സും തമ്മിലൊരു വ്യത്യാസം അത്യാവശ്യമാണ്
അല്ലേ? കാരണം അസുഖങ്ങൾ ഭേദമാകാനുള്ള മരുന്നുകളുമുണ്ട്, എന്നാൽ നമ്മുടെ സെൻഷ്യൽ ഡ്രഗ്സുകളും ഉണ്ട്. ഈ സെൻഷ്യൽ ഡ്രഗ്സും സാധാരണ മെഡിസിൻസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. We must not disdain the real and important advances science has made. അപ്പോൾ സയൻസ് ഒരുപാട് അഡ്വാൻസുകൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് അഡ്വാൻസ്മെൻ്റ് ആണ് സയൻസിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല സയൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. The history of the medical use of the drugs goes back 23rd century to Hippocrates. അപ്പം നമ്മൾ ഈ മെഡിക്കൽ ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ യൂസ് ഓഫ് ഡ്രഗ്സുകൾ തന്നെ മെഡിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്നാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി, അപ്പം നമ്മളിങ്ങനെ മെഡിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഡ്രഗ്സുകളുടെ ഹിസ്റ്ററി എവിടേക്കാണ് പോകുന്നത്? ഗോസ് ബാക്ക് 23 centuries to Hippocrates. ഹിപ്പോക്രാറ്റസിലേക്കാണ് പോകുന്നത് അല്ലേ? ഒരു 23 സെഞ്ച്വറി ബാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ആരാണ് ഹിപ്പോക്രാറ്റസ്? യെസ്, ദ ഗ്രീക്ക് ഫിസിഷ്യനാണ് ഹൂ ഈസ് റിഗാർഡഡ് ആസ് എ ഫാദർ ഓഫ് മെഡിസിൻ അല്ലേ? അതായത് മെഡിസിൻ്റെ ഫാദറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹിപ്പോക്രാറ്റസിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള മെഡിക്കൽ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. The history of the medical use of drugs goes back 23 centuries to Hippocrates, the Greek physician who is regarded as the father of medicine, and he was the first to recognize that a remedy must take in account. അദ്ദേഹമാണ് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ദാറ്റ് എ റെമഡി മസ്റ്റ് ടേക്ക് ഇൻ അക്കൗണ്ട്. ഒരു റെമഡി വേണം, ഒരു സൊല്യൂഷൻ വേണം. നോട്ട് ഓൺലി ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്, അതായത് അസുഖങ്ങളുടെ ലക്ഷണങ്ങൾക്കല്ല എന്ത് വേണ്ടത്? റെമഡി വേണ്ടത്, ബട്ട് ആൾസോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. അതായത് ആ പേഷ്യൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും അവരുടെ ഹാബിറ്റ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? മെഡിസിൻസ് കൊടുക്കേണ്ടത് എന്നതാണ് ഹിപ്പോക്രാറ്റസ് എത്ര വർഷങ്ങൾക്ക്? ഒരു 23 സെഞ്ച്വറി ബാക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അത്രയും മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് ദ ഫസ്റ്റ് ടു റെക്കഗ്നൈസ് ദാറ്റ് എ റെമഡി മസ്റ്റ് ടേക്ക് ഇൻ അക്കൗണ്ട്. ഒരു സൊല്യൂഷനാണ് വേണ്ടത്, നോട്ട് ഓൺലി ഫോർ ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്, അസുഖങ്ങളുടെ ലക്ഷണങ്ങൾക്കല്ല വേണ്ടത്, പക്ഷെ എന്തുകൂടി വേണം? ആളുകളുടെ സ്വഭാവം അനുസരിച്ചിട്ടും നമ്മൾ എന്ത് നൽകണം? മെഡിസിൻസ് നൽകണം എന്നുള്ളത് ഹിപ്പോക്രാറ്റസ് ഒരു 23 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വർഷമല്ല, 20 സെഞ്ച്വറി മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. His principles have come down to use as the dictum that medicine must specifically suit the disease and the patient. ഇനി എന്താ അദ്ദേഹം പറയുന്നത്? ഓക്കെ, അതായത് ഹിസ് പ്രിൻസിപ്പിൾ ഹാവ് കം ഡൗൺ ടു us ആസ് ദ ഡിക്റ്റം ദാറ്റ് മെഡിസിൻസ് മസ്റ്റ് സ്പെസിഫിക്കലി സ്യൂട്ട് ദ ഡിസീസ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിക്റ്റമാണ്. ഡിക്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വൈസ് സേയിങ് ആണ്, ഒരു പ്രോവേർബ് പോലെ, ഒരു പ്രൊക്ലമേഷൻ പോലെ. അതാണ് ഡിക്റ്റം എന്ന് പറയുന്നത്. സോ ഹിസ് പ്രിൻസിപ്പിൾസ് ഹാവ് കം ഡൗൺ ടു us ആസ് ദ ഡിക്റ്റം ദാറ്റ് മെഡിസിൻ മസ്റ്റ് സ്പെസിഫിക്കലി സ്യൂട്ട് ദ ഡിസീസ്. അപ്പം മെഡിസിൻ എങ്ങനെയായിരിക്കണം? സ്പെസിഫിക്കലി സ്യൂട്ട് ചെയ്യണം. എങ്ങനെ സൂട്ടബിൾ ആയിരിക്കണം? ദ ഡിസീസ് ആൻഡ് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനെ അനുസരിച്ചിട്ടും അവരുടെ ഡിസീസും അനുസരിച്ചിട്ടുമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവർക്ക് അനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടത്. അപ്പം മെഡിസിൻസ് മസ്റ്റ് സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദി പേഷ്യൻറ്റ്. That is, when there is a disorder, എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ only a drug that specifically mitigate that disorder should be used. അപ്പം എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ ഓൺലി എ ഡ്രഗ് ദാറ്റ് സ്പെസിഫിക്കലി മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെസൻ ചെയ്യുക, LESSEN. ലെസൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക, ലഘൂകരിക്കുക, കുറയ്ക്കുക എന്നുള്ള മീനിങ് ആണ് ലെസൻ. Okay, that is what there is a disorder, only a drug that specifically mitigate that disorder should be used. ഒരു ഡിസോർഡർ ഇപ്പോൾ ഒരാൾക്കുണ്ടെന്ന് വിചാരിച്ചോളൂ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അയാളുടെ പ്രോബ്ലത്തെ അല്ലെങ്കിൽ അയാളുടെ ഡിസോർഡറിനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ, ലഘൂകരിക്കുന്ന രീതിയിലുള്ള ഡ്രഗ് ആയിരിക്കണം അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടത്? പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദ ഡ്രഗ് ഷുഡ് ഹാവ് ആൾസോ റിസോർട്ടേറ്റീവ് ഇഫക്റ്റ്. അപ്പോൾ ഡ്രഗ്സിന്, മെഡിസിൻസിന് എന്ത് വേണം? ഒരു റിസോർട്ടേറ്റീവ് ഇഫക്റ്റ് വേണം. റിസോർട്ടേറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ഇഫക്റ്റാണ് അല്ലേ? അതിനെ ഉണക്കാനുള്ള, അതിനെ സ്വാന്തനിപ്പിക്കാനുള്ള രീതിയിലുള്ള ഡ്രഗ് ആയിരിക്കണം അവർക്ക് യൂസ് ചെയ്യേണ്ടത്.
ഓർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഫോർ എക്സാമ്പിൾ ഒരു 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 അസുഖമുള്ള ഒരാൾ ഡോക്ടറെ കാണിക്കാൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസ് എന്തായിരിക്കണം? റിസോർട്ടേറ്റീവ് ഇഫക്റ്റ് ഉള്ളതായിരിക്കണം. അത് ആ അസുഖത്തെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്തായിരിക്കും? അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ അൺബാലൻസ് എ ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ ബോഡി. അത് അദ്ദേഹത്തിൻ്റെ ബോഡീൻ്റെയും ബ്രെയിനിൻ്റെയും ഫങ്ഷൻസിനെ എന്ത് ചെയ്യും? അൺബാലൻസ് ചെയ്യും എന്നതാണ്. ദ കോറിലേറ്റീവ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ്. അപ്പം ഇങ്ങനെയുള്ളൊരു കോറിലേഷൻ ഉണ്ട്. അതായത് എന്താണ് ആ കോറിലേഷൻ? പേഷ്യൻറ്റിൻ്റെ അസുഖത്തിനനുസരിച്ചിട്ടുള്ള ഡ്രഗ്സ് ആയിരിക്കണം അവിടെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. Okay, so the correlative of this principle is that a healthy person cannot benefit from taking a drug. ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണ് കനോട്ട് ബെനിഫിറ്റ് ബൈ ടേക്കിംഗ് എ ഡ്രഗ്. ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ഒരു പക്ഷെ അത് എന്താവില്ല, അതൊരു ബെനിഫിറ്റ് ആയിരിക്കില്ല. പിന്നെ എന്തായിരിക്കും? ദിസ് ടു കംസ് ഫ്രം ഹിപ്പോക്രാറ്റസ്. ഇതും അധികം പറയുന്ന പ്രിൻസിപ്പിളാണ്. ഹിപ്പോക്രാറ്റസ് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ്. ഓക്കെ, ആൻഡ് ദിസ് ടു കംസ് ഫ്രം ഹിപ്പോക്രാറ്റസ് ഹു സെഡ്, എന്താണ് അദ്ദേഹം പറയുന്നുള്ളത്? പേഴ്സൺസ് ഇൻ ഗുഡ് ഹെൽത്ത് ക്വിക്ക്ലി ലോസ് ദിയർ സ്ട്രെങ്ത് ബൈ ടേക്കിംഗ് പെർഗേറ്റീവ് മെഡിസിൻ. വളരെ പെർഗേറ്റീവ് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് അവരുടെ ഗുഡ് ഹെൽത്തി ഫങ്ഷനെ പോലും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നാണ്. പേഴ്സൺസ് ഇൻ ഗുഡ് ഹെൽത്ത് ക്വിക്ക്ലി ലോസ് ദിയർ സ്ട്രെങ്ത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണ് എന്ത് സംഭവിക്കുന്നു? ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണ് അവരുടെ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയുള്ള ഡ്രഗ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ? ഇങ്ങനെയുള്ള പെർഗേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ, അതായത് വയറൊക്കെ ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണിന് പോലും എന്ത് സംഭവിക്കുന്നു? ഗുഡ് ഹെൽത്ത് നഷ്ടപ്പെടുന്നു എന്നതാണ്. അപ്പം ഒരു പേഷ്യൻ്റ് അനുയോജ്യമായിട്ടുള്ള മെഡിസിൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. സെൻഷ്യൽ ഡ്രഗ്സിനെ കുറിച്ചിട്ടും അതേപോലെ സാധാരണ മെഡിസിൻസിനെ കുറിച്ചിട്ടുമുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്രഗ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ. അതായത് ശരിക്കും പറഞ്ഞാൽ അത് തരത്തിലുള്ളൊരു മെഡിസിനാണ്. പക്ഷേ ഈ ഡ്രഗ്സുകൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് അതൊരു ലഹരിയായിട്ട് ആളുകളിലേക്ക് മാറുന്നത് എന്നാണ്. കാരണം പല മെഡിസിൻസിലും എന്തുണ്ട്? ഇങ്ങനെയുള്ള കുറച്ച് എമൗണ്ടിലുള്ള കുറച്ച് ലഹരികളും ആൽക്കഹോളിൻ്റെയൊക്കെ കണ്ടൻറ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ അത് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ആയുർവേദത്തിലും എല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹോമിയോപ്പതിയിലും എല്ലാം ആൽക്കഹോളിൻ്റെ പ്രസൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, മെഡിസിൻസിന് വേണ്ടിയിട്ട്. പക്ഷെ അതെല്ലാം അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ആളുകളിൽ എന്തായിട്ട് തീരുന്നു? ലഹരിയായിട്ട് തീരുന്നു എന്നതാണ്. നോക്കൂ, the distinction between medicines and essential drugs is simple. അപ്പം ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. മെഡിസിൻസും സെൻഷ്യൽ ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ്. എന്താണ് ഡിഫറൻസ്? സെൻഷ്യൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സെൻഷ്യൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ആവശ്യമില്ലാത്തതാണ് ഏത്? സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് ഗിവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലെഷർ അല്ലേ. എന്നാൽ നമ്മളിങ്ങനെയുള്ള സെൻഷ്യൽ ഡ്രഗ്സുകൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഗിവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലെഷർ. അത് ഉപയോഗിക്കുന്ന ആളിൽ വല്ലാത്തൊരു പ്ലെഷറാണ് ഉണ്ടാക്കുന്നത്. ഏത്? സെൻഷ്യൽ ഡ്രഗ്സ്. സാധാ മെഡിസിൻസ് അല്ല, സെൻഷ്യൽ ഡ്രഗ്സ്. അപ്പോൾ സെൻഷ്യൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആളിൽ എന്തുണ്ടാക്കുന്നു? വളരെ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലെഷർ ഉണ്ടാക്കുന്നു. ഭയങ്കര സന്തോഷമാണ് ഒരാളിൽ ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ സെൻഷ്യൽ ഡ്രഗ്സ് ആക്ടിവേറ്റ് ദ ബ്രെയിൻസ് പ്ലെഷർ സെൻറ്റേഴ്സ്. നമ്മുടെ ബ്രെയിനിൻ്റെ പ്ലെഷർ സെൻറ്റേഴ്സിൽ പോയിട്ട്, നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൽ സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മിഡിൽ ഓബ്ലങ്കറ്റ്, ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പാർട്സുകളുണ്ട് നമ്മുടെ ബ്രെയിനിൽ അല്ലേ. അപ്പോൾ അതിലുള്ള ബ്രെയിനിലുള്ള ഏതാണോ നമ്മുടെ പ്ലെഷർ സെൻറ്റർ, ആ പ്ലെഷർ സെൻറ്ററിൽ പോയിട്ട് ഇതെന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്യുന്നു. ഏത്? സെൻഷ്യൽ ഡ്രഗ്സ്. അപ്പോൾ സെൻഷ്യൽ ഡ്രഗ്സ് ആക്ടിവേറ്റ് ദ ബ്രെയിൻസ് പ്ലെഷർ സെൻറ്റേഴ്സ് അല്ലേ. ബ്രെയിനിൻ്റെ പ്ലെഷർ സെൻറ്റേഴ്സിലാണ് ഏത് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സെൻഷ്യൽ ഡ്രഗ്സുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് വി ഡു നോട്ട് നോ പ്രിസൈസ്ലി ഹൗ ദേ ഡു ദിസ്.
നമുക്കറിയില്ല എന്താണ് ഈ സെൻട്രൽ ഡ്രഗ്സ് അവിടെ പോയിട്ട് ചെയ്യുന്നത് എന്ന്. വെദർ ദേ സ്റ്റിമുലേറ്റ് ദ പ്ലഷർ സെൻറ്റേഴ്സ് ഡയറക്റ്റ്ലി ഓർ ആക്ടിവേറ്റ് ദം ത്രൂ കെമിക്കൽ മിമിക്രി. അത് ഡയറക്റ്റായിട്ട് അവിടെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ ത്രൂ കെമിക്കൽ മിമിക്രി. അതായത് കെമിക്കൽ റിയാക്ഷൻസ് മൂലം ആണോ അത് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള സെൻട്രൽ ഡ്രഗ്സ് നമ്മുടെ ബ്രെയിനിൽ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൂടുതൽ അറിയില്ല. In this text, I will refer both the possibilities as stimulation. എന്നാൽ അദ്ദേഹം ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും വ്യക്തമായിട്ട് പറയാൻ പോവുകയാണ്. അതായത് എന്തൊക്കെയാണ് ഡ്രഗിൻ്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ചിട്ട്, അല്ലെ, എന്തൊക്കെയാണ് ഡേഞ്ചേഴ്സ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്രെയിനിൽ ഇഫക്റ്റ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ സെൻട്രൽ ഡ്രഗ്സ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ മാറുന്നത്, അല്ലേ, സാധാരണ മെഡിസിൻസും സെൻട്രൽ ഡ്രഗ്സും തമ്മിൽ ഡിഫറൻസ് എന്താണ്, ഇതെല്ലാമാണ് പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സെൻട്രൽ ഡ്രഗ്സും സാധാരണ മെഡിസിൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ സെൻട്രൽ ഡ്രഗ്സ് എന്താ ചെയ്യുന്നത്, അത് നമ്മുടെ ബോഡിക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് സെൻട്രൽ ഡ്രഗ്സ്. എന്നാൽ അതെന്ത് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്ന ആളിൽ ഭയങ്കര പ്ലഷറാണ് സെൻട്രൽ ഡ്രഗ്സ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രെയിനിൽ പോയിട്ട് ഈ സെൻട്രൽ ഡ്രഗ്സുകൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യണം, അല്ലേ. ഒരു പക്ഷേ ചിലപ്പോൾ കെമിക്കൽ മിമിക്രി വഴിയായിരിക്കും അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയേറെ പ്ലഷർ ലഭിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം അവരതിന് അഡിക്റ്റഡ് ആയിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ബ്രെയിൻ ഗവേൺസ് സെൻസേഷൻ. അപ്പം നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ എല്ലാ സെൻസേഷനെയും കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ, ഗവേൺ ചെയ്യുന്നത്. സെൻസേഷൻസിനെ മാത്രമാണോ ഗവേൺ ചെയ്യുന്നത്? അല്ല, നമ്മുടെ മൂഡിനെ, തോട്ട്സ് ആൻഡ് ആക്ഷൻസ്, നമ്മുടെ മൂഡിനെ, തോട്ട്സിനെ, ആക്ഷൻസിനെ നോട്ട് ബൈ എ മാജിക്കൽ പ്രോസസ്സ്, ഒരു മാജിക്കൽ പ്രോസസ്സ് വഴിയല്ല, ബട്ട് ബൈ ആൻ ഇൻക്രെഡിബിളി കോംപ്ലെക്സ് സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾ. അല്ലേ, മാജിക്കൽ പ്രോസസ്സ് വഴിയൊന്നുമല്ല, ബട്ട് ബൈ ആൻ ഇൻക്രെഡിബിളി കോംപ്ലെക്സ് സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾ. വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള, അൺബിലീവബിൾ ആയിട്ടുള്ള, വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ആക്ഷൻസാണ് നടക്കുന്നത്, അല്ലേ. കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോളാണ്. പല പല കെമിക്കൽസുമാണ് നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത്. ഏത് യൂസ് ചെയ്യുമ്പോൾ, നമ്മളിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ, സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ബോഡീനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ സെൻസേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മൂഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, തോട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരു മാജിക്കൽ പ്രോസസ്സ് വഴിയല്ല, പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള, അൺബിലീവബിൾ ആയിട്ടുള്ള കോംപ്ലെക്സ് സീരീസ് ഓഫ് ആക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. ദീസ് ആർ ഈസിലി അപ്സെറ്റ് ബൈ സെൻട്രൽ ഡ്രഗ്സ്, അല്ലേ. ഈ ഒരു മൊമെൻറ്റിൽ നമ്മളിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ തന്നെ എൻ്റെ ബ്രെയിൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ. എൻ്റെ മൂഡ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, തോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു സെൻട്രൽ ഡ്രഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അല്ലേ. ഒരു നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തി പെട്ടെന്ന് ആ സെൻട്രൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ദീസ് ആർ ഈസിലി അപ്സെറ്റ് ബൈ, ഇങ്ങനെയുള്ള തോട്ട്സിനെയും ആക്ഷൻസിനെയും എല്ലാം ആര് അപ്സെറ്റ് ചെയ്യിക്കുന്നു, ഇങ്ങനെയുള്ള സെൻട്രൽ ഡ്രഗ്സുകൾ അപ്സെറ്റ് ചെയ്യിക്കുന്നു. ദിസ് ഡിസ്റ്റർബൻസ് ഇസ് എപ്പാരൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിസ്റ്റർബൻസ് വളരെ ക്ലിയർഡ് ആണ്, വളരെ എപ്പാരൻ്റ് ആണ് ഇൻ ദി ഇഫക്റ്റ് ഓഫ് ദ സെൻട്രൽ ഡ്രഗ്സ്, ഇൻ ദ മെക്കാനിസംസ് ദാറ്റ് കൺട്രോൾ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഈ സെൻട്രൽ ഡ്രഗ്സാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷനെയും പ്ലഷറിനെയും എല്ലാം പോയിട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾ. എ ഡ്രഗ് യൂസേഴ്സ് ക്രേവിങ് ഡിസയർ ഓർ ക്രേവിങ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂ. അപ്പോൾ ഒരിക്കൽ ഡ്രഗ് യൂസ് ചെയ്ത ആൾക്ക് അദ്ദേഹത്തിൻ്റെ ക്രേവിങ് ആയിട്ടുള്ള ഡിസയർ, അതായത് അദ്ദേഹത്തിന് അത്രയും അത്യാർത്ഥി ഉണ്ടായിരിക്കും വീണ്ടും ആ ഡ്രഗ് യൂസ് ചെയ്യാനുള്ള, അങ്ങനെയുള്ള ക്രേവിങ്സ്, ആ ഡ്രഗിന് വേണ്ടിയിട്ടുള്ള ക്രേവിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച ആൾക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള ഡ്രഗ് യൂസ് ചെയ്യാനുള്ള ക്രേവിങ്സ് കൂടി വരുന്നു എന്നാണ്, ആഗ്രഹങ്ങൾ കൂടി വരുന്നു. ആൻഡ് ഹീ ഫീൽസ് ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. എത്ര കഴിച്ചാലും അദ്ദേഹം ഒരിക്കലും സാറ്റിസ്ഫൈ ആവില്ല, വീണ്ടും അത് ലഭിക്കണം എന്നുള്ളൊരു അത്യാർത്ഥിയായിരിക്കും ഇങ്ങനെയുള്ള ഡ്രഗ് യൂസേഴ്സിൽ ഉണ്ടാകുന്നത്.
അപ്പം നമ്മൾ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊന്നും യൂസ് ചെയ്യരുത്. ഒരിക്കൽ യൂസ് ചെയ്താൽ വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യാനുള്ളൊരു പ്രവണത ഓരോ വ്യക്തിയിലും കൂടി വരും എന്നാണ്. പ്രത്യേകിച്ചും ഏതിന്, ഇങ്ങനെയുള്ള സെൻഷ്വൽ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുമ്പോൾ. A drug user's craving for the drug continue, but he feels less and less satisfaction. His brain's pleasure reflexes seem to be weakened by artificial stimulation. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ, അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആളുടെ ബ്രെയിനിൻ്റെ പ്ലഷർ റിഫ്ലെക്സസ് എന്തായിരിക്കും, വീക്കൻ ചെയ്യും. അയാൾക്ക് പ്ലഷർ ലഭിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ അവിടെ എന്താ സംഭവിക്കുക, വീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. എങ്ങനെയാണ് വീക്കാവുന്നത്? ബൈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. കാരണം നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള സെൻഷ്യൽ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുമ്പോൾ ഈ സെൻഷ്യൽ ഡ്രഗ്സ് നമ്മുടെ ബ്രെയിനിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റിമുലേഷനാണ് കിട്ടുന്നത്. അതൊരിക്കലും നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റിമുലേഷൻ അല്ല അയാൾക്ക് ലഭിക്കുന്നത്, ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ വഴി നമ്മുടെ ബ്രെയിനിൻ്റെ പ്ലഷർ റിഫ്ലെക്സസിനെ അത് വീക്കൻ ചെയ്യുകയും അല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും അത് അയാൾ അതിന് കൂടുതൽ അഡിക്റ്റഡ് ആയിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. In severe addiction, the pleasure mechanisms fail to respond to drug stimulation. അപ്പം ഇന്നിപ്പോൾ കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങും അല്ലേ. അതിൻ്റെ നെക്സ്റ്റ് ഡേ വീണ്ടും കൂടുതൽ ഡോസ് കൂട്ടി ഉപയോഗിക്കും. ഓരോ ദിവസവും ഇങ്ങനെ കൂടി ഉപയോഗിക്കുന്ന സമയത്ത് അവരതിന് അഡിക്റ്റഡ് ആയിട്ട് മാറുകയാണ്. സിവിയർ അഡിക്ഷൻ ആകുമ്പോഴേക്കും പ്ലഷർ മെക്കാനിസംസ് ഫെയിൽ ടു റെസ്പോണ്ട്. അവരുടെ പ്ലഷർ മെക്കാനിസംസ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ആവുകയാണ് ടു റെസ്പോണ്ട് ടു ഡ്രഗ് സ്റ്റിമുലേഷൻ. ഡ്രഗ് കഴിച്ചിട്ടുള്ള ആ സ്റ്റിമുലേഷനോട് എന്ത് ഫെയിലായി പോകുന്നു, ഇങ്ങനെയുള്ള പ്ലഷർ മെക്കാനിസംസ് റെസ്പോണ്ട് ചെയ്യാതെ പരാജയപ്പെട്ടു പോകുന്നു. ഓക്കെ, ആൻഡ് ദ ഡ്രഗ് ദെൻ ഇമ്പാർട്ട്സ് ഓൺലി റിലേറ്റീവ് റിലീഫ് ഫ്രം മിസറി. പിന്നെ അങ്ങനെയുള്ള ഡ്രഗ്സ് കഴിക്കുമ്പോൾ അയാൾക്ക് ആദ്യം ലഭിച്ചിട്ടുള്ള അത്രയൊന്നും തന്നെ എന്ത് ലഭിക്കാതെയാകും, റിലീഫ് ലഭിക്കാതെയാകും അല്ലേ. ഫ്രം മിസറി, എന്തെങ്കിലും വിഷമൊക്കെ വരുമ്പോൾ വീണ്ടും അവർ സെൻഷ്യൽ ഡ്രഗ്സ് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സെൻഷ്യൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യം കിട്ടിയ അത്ര റിലീഫ് കിട്ടാതെയാകുന്നു. ആൻഡ് സസ്പെൻസ് ദ ഇൽനെസ് ഓഫ് വിഡ്രോവൽ അല്ലേ. അപ്പോഴേക്കും അതിൻ്റെ സിവിയർ അഡിക്റ്റഡ് ആയിട്ട് അവർ വിഡ്രോവലിൻ്റെ സിംറ്റംസും കാണിച്ച് തുടങ്ങിയിട്ടുണ്ടാകും എന്നാണ്. ഇൻഫർമേഷൻ ഫ്രം ദ സെൻസസ് സ്റ്റിൽ റീച്ചസ് ദ ബ്രെയിൻ. അപ്പോഴും നമ്മുടെ ഇൻഫർമേഷനിലെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഓരോ ഇൻഫർമേഷൻസും ചെല്ലുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഓരോ സെൻസ് ഓർഗൻസിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ എത്തുന്നുണ്ട്, റീച്ചസ് ദ ബ്രെയിൻ. ബട്ട് ദ ബ്രെയിൻ ഇസ് അൺഏബിൾ ടു ഇവാലുവേറ്റ്. പക്ഷെ നമ്മുടെ ബ്രെയിനിലെത്തുന്ന ഒരു സെൻസിനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇറ്റ് വിൽ ബി അൺഏബിൾ ടു ഇവാലുവേറ്റ് ദി ഇൻഫർമേഷൻ. അവരുടെ വരുന്ന ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാതെയായി നമ്മുടെ ബ്രെയിന്. Okay, so information from the senses still reaches the brain, but the brain is unable to evaluate the information. പക്ഷെ നമ്മുടെ ബ്രെയിന് ആ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ സാധിക്കാതെയാകുകയും ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ് ആസ് പ്ലഷറബിൾ. അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്, പ്ലഷറബിൾ ആയിട്ടാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ് നാച്ചുറലി അറ്റെയിൻ. അപ്പം പിന്നീട് എന്താ സംഭവിക്കുന്നത്, ഇൻ കോൺട്രാസ്റ്റ് നാച്ചുറലി അറ്റൈൻഡ് പ്ലഷേഴ്സ് എൻലാർജ് ദ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഇൻഡെഫിനിറ്റ്ലി. അപ്പോൾ അതിന് വിപരീതമായിട്ട് നാച്ചുറലി ആയിട്ട് കിട്ടുന്ന പ്ലഷേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സാധാരണ കിട്ടുന്ന നാച്ചുറലായിട്ട് കിട്ടുന്ന പ്ലഷേഴ്സ് എന്ന് എപ്പോഴും എന്തായിരിക്കും, എൻലാർജ് ദ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അത് എൻലാർജ് ചെയ്യിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇറ്റ് എൻലാർജ് ദി പ്ലഷർ അല്ലേ. അതായത് നമുക്കിപ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്ന പ്ലഷേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ വലുതാക്കുകയല്ലേ ചെയ്യുന്നത്, എൻലാർജ് ചെയ്യിക്കുന്നുണ്ട്. ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഇൻഡെഫിനിറ്റ്ലി. അങ്ങനെയുള്ള പ്ലഷേഴ്സ് എന്ന് പറയുമ്പം ഇൻഡെഫിനിറ്റായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനിങ്ങനെ ഒരു പ്രത്യേക ഒരു ലിമിറ്റൊന്നുമില്ല അല്ലേ. നമുക്ക് സാധാരണ ഉള്ള പ്ലഷേഴ്സ് ഇങ്ങനെ കൂടിയായിരിക്കും വന്നുകൊണ്ടേയിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ വഴിയുള്ള, അതായത് പ്രത്യേകിച്ചും ഈ സെൻഷ്യൽ ഡ്രഗ്സ് വഴി ഉണ്ടാവുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പം അത് കുറച്ചൊക്കെ കിട്ടുകയുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിൻ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റിമുലേഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്.
അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ കുറേ കഴിയുമ്പോഴേക്ക് വീക്കനായിട്ട് മാറുകയും നമ്മൾ പിന്നെ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുകയും ചെയ്യും. അതിന് സിവിയറായിട്ട് അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ മാറുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് പാരഗ്രാഫ്. Ultimately, the sensory deprivation of the drug addict manifests itself in a general feeling of physical discomfort and in personality changes. Ultimately, the sensory deprivation of the drug addict manifests itself in a general feeling of physical discomfort. Ultimately, പിന്നീട് എന്താ സംഭവിക്കുന്നത്? The sensory deprivation of the drug addict, ആ ഡ്രഗ് അഡിക്റ്റിൽ ഉണ്ടാകുന്ന സെൻസറി ഡെപ്രിവേഷൻ, അവരുടെ സെൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ക്ഷയിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അത് സെൻസറി ഡെപ്രിവേഷൻ ഓഫ് ദ ഡ്രഗ് അഡിക്റ്റ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ എ ജനറൽ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട്. പിന്നെ അദ്ദേഹത്തിന് തോന്നുന്നത് ഒരു ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ആയിരിക്കും അതിൽ നിന്നും തോന്നുന്നത്. Okay, ultimately, the sensory deprivation of the drug manifests itself in a general feeling of physical discomfort. അതായത് ഒരു ഡ്രഗ് അഡിക്റ്റ് വീണ്ടും ആ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്തായിരിക്കും? ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ആയിരിക്കും. ഒരു കംഫർട്ടും ലഭിക്കില്ല, ഒരു ഡിസ്കംഫേർട്ടായിരിക്കും അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ചേഞ്ചസ്, ഡിസ്കംഫേർട്ട് മാത്രമല്ല അയാളുടെ പേഴ്സണാലിറ്റി പോലും എന്ത് ചെയ്യുകയാണ്? അവിടെ ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്നതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുകയും ഒരു ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ആയിരിക്കും ഇങ്ങനെയുള്ള ഡ്രഗ് യൂസേഴ്സിൽ പിന്നീട് വരുമ്പോൾ കാണുന്നത്. The addict feels depressed and fails to respond either to his environment or to other people. So the addict feels depressed. അഡിക്റ്റിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? The addict feels depressed and fails to respond either to his environment. അല്ലേ, തൻ്റെ എൻവയോൺമെൻറ്റിനോട് അദ്ദേഹം ഫെയിലായി മാറുകയാണ്. ഹി ഫെയിൽസ് ടു റെസ്പോണ്ട് ഐദർ ടു ഹിസ് എൻവയോൺമെൻറ്റ് ഓർ ടു അതർ പീപ്പിൾ. തൻ്റെ എൻവയോൺമെൻറ്റിനോ മറ്റുള്ള ആളുകളുടെ ഇടയിലും എന്ത് ചെയ്യപ്പെടുന്നു? അഡിക്റ്റ് ഫെയിലാകപ്പെടുന്നു. The addict feels depressed and fails to respond either to his environment or to other people. His mental disturbances can be quite similar to paranoia. അവരുടെ മെൻ്റൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ക്യാൻ ബി ക്വൈറ്റ് സിമിലർ ടു പെരനോയിയ. പെരനോയിയ എന്ന് പറഞ്ഞ ഒരു തരത്തിൽ മാനസിക വിഭ്രാന്തിയാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ അഡിക്റ്റിന് എപ്പോഴും എന്ത് ഫീൽ ചെയ്യുന്നു? ഭയങ്കര ടെൻഷനായിരിക്കും, ഒരു കംഫർട്ടും ഫീൽ ഉണ്ടായിരിക്കില്ല, എപ്പോഴും ഡിസ്കംഫർട്ടിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും എൻവയോൺമെൻറ്റിലെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അതിന് അവൻ റെസ്പോണ്ട് ചെയ്യാൻ പരാജയപ്പെട്ടു പോകുന്നു എന്നാണ്. എല്ലാ സിറ്റുവേഷനിലും അവൻ എല്ലായിടത്തും പരാജിതനായിട്ട് മാറുകയാണ്. ആദ്യമുണ്ടാവുന്ന പ്ലഷർ ഒന്നും തന്നെ ക്രമേണ കിട്ടില്ല. പിന്നെ എല്ലാത്തിൽ നിന്നും ഒരു തരം വിഡ്രോവൽ സിംറ്റം ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുകയാണ്. ഹിസ് മെൻ്റൽ ഡിസ്റ്റർബൻസസ് ക്യാൻ ബി ക്വൈറ്റ് സിമിലർ ടു എ പെരനോയിയ. അപ്പം മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ആ പേഷ്യൻ്റ്. മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവുന്നതിനനുസരിച്ചിട്ട് അത് പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും അതൊരു തരം മാനസിക വിഭ്രാന്തിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഹി കനോട്ട് ഡിസേൺ ദ സോഴ്സ് ഓഫ് ഹിസ് പ്രോബ്ലം. അവന് തന്നെ ഡിസേൺ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ദ സോഴ്സ് ഓഫ് ഹിസ് പ്രോബ്ലം. എന്താണ് തൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലം, എങ്ങനെ ഞാനിത് സോൾവ് ചെയ്യും എന്നുള്ളത് ആ ഒരു ഡ്രഗ് അഡിക്റ്റിന് ഒരിക്കലും മനസ്സിലാകാൻ സാധിക്കുന്നില്ല. He cannot discern the source of his problem and looks for the cause in everything. എല്ലാത്തിലും അതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് അല്ലേ. He looks for the cause in everything but himself. പക്ഷേ ഇവിടെ തന്നെയാണ് കാരണം ഒളിച്ചിരിക്കുന്നത്, തൻ്റെ ഉള്ളിൽ തന്നെയാണ് അല്ലേ. എനിത്തിങ് എക്സ്റ്റേണൽ ഇസ് സസ്പെക്ട്. പുറമേയുള്ള എന്തും അവന് സംശയത്തോട് കൂടിയിട്ടായിരിക്കും നിരീക്ഷിക്കുന്നത്. ഹി ഡ്രോസ് ഫർദർ ആൻഡ് ഫർദർ ഇൻ ടു ഹിംസെൽഫ് അല്ലേ. അവൻ തന്നിലേക്ക് തന്നെ ഒതുങ്ങി കൂടാൻ വേണ്ടിയിട്ട് തൻ്റെ റൂമിലോ അല്ലെങ്കിൽ തന്നിലേക്ക് ഒതുങ്ങി കൂടാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കും. The addict often feels people are looking at him strangely. നമ്മൾ സാധാരണ രീതിയിൽ അയാളെ നോക്കുമ്പോൾ പോലും അയാൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? എന്നെ സ്ട്രേഞ്ച് ആയിട്ടാണ് അവരൊക്കെ നോക്കുന്നത് എന്ന് ഫീൽ ചെയ്യും. ഓക്കെ, ദ അഡിക്റ്റ് ഓഫൻ ഫീൽസ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ച്ലി. ആളുകൾ എങ്ങനെയാണ് തന്നെ നോക്കുന്നത്? വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് നോക്കുന്നത് എന്ന് ഫീൽ ചെയ്യുന്നു. One told me he wasn't sure when people smiled at him. അപ്പം ഒരു വ്യക്തി
ഹാർഡിൻ ബി ജോൺസന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുന്ന കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. വൺ ടോൾഡ് മീ ഹി വാസ് ഇൻ ഷുവർ വെൻ പീപ്പിൾ സ്മൈൽഡ് അറ്റ് ഹിം ദാറ്റ് ദേ വർ നോട്ട് റിയലി ലാഫിങ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യമാണ്. എന്താണത്? വൺ ടോൾഡ് മീ ഹി വാസ് ഇൻ ഷുവർ വെൻ പീപ്പിൾ സ്മൈൽഡ് അറ്റ് ഹിം ദാറ്റ് ദേ വർ നോട്ട് റിയലി ലാഫിങ്. തന്നെ നോക്കി ചിരിച്ചപ്പോൾ, ആളുകൾ തന്നെ നോക്കി ചിരിക്കുമ്പോൾ അല്ലേ, അവർ തന്നെ നോക്കി ചിരിക്കുകയാണോ, കളിയാക്കി ചിരിക്കുകയാണോ, അതായത് അതുപോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ ഡ്രഗ് അഡിക്റ്റ് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അയാളുടെ അനുഭവം അദ്ദേഹം ഹാർഡിൻ ബി ജോൺസന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞ കാര്യം അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ്. The addict can even lose a sense of being alive. ജീവനോട് ഇരിക്കുന്നത് പോലും, ജീവിക്കാൻ പോലും മടിയായിട്ട് തോന്നുന്നു. ഹി ഫീൽസ് ഡെഡ് ഇൻസൈഡ്. എപ്പോഴും ഉള്ളിൽ എന്താ തോന്നുന്നത്? ഡെഡായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അല്ലേ. ഹി ഫീൽസ് ഡെഡ് ഇൻസൈഡ്. മരവിച്ചൊരവസ്ഥ, ചത്തൊരവസ്ഥയാണ് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും. വൺ റീഹാബിലിറ്റേറ്റഡ് ഹെറോയിൻ അഡിക്റ്റ് ഡിസ്ക്രൈബ്ഡ് സെൻസറി ഡിപ്രിവേഷൻ ടു മീ. അല്ലേ, അതായത് ഒരു ഹെറോയിൻ അഡിക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഹെറോയിൻ അഡിക്റ്റ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? ഡിസ്ക്രൈബ്ഡ് സെൻസറി ഡെപ്രിവേഷൻ ടു മീ. അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സെൻസറി ഡെപ്രിവേഷൻ, അദ്ദേഹത്തിൻ്റെ സെൻസ് ഓർഗൻസ് എല്ലാം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഡിപ്രൈവ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള തൻ്റെ സെൻസറി എല്ലാ കാര്യങ്ങളും, സെൻസ് കാര്യങ്ങളെല്ലാം ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യമാണ് അവിടെ പറയുന്നത്. ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ, ആ പേഷ്യൻ്റ് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഹി സെഡ്, എന്താ പറഞ്ഞത്? ദ സൺ ഈസ് ഷൈനിങ്, the flowers are in bloom. സൺ ഷൈൻ ചെയ്യുന്നുണ്ട്, ഫ്ലവേഴ്സ് എല്ലാം വിരിഞ്ഞിരിക്കുന്നുണ്ട്. ഐ നോ ദീസ് ആർ ദ സൈൻസ് ഓഫ് ഗുഡ് ഡേ. ഇതെല്ലാം ഗുഡ് ഡേയുടെ സൈൻസ് ആണെന്ന് എനിക്കറിയാം. ബട്ട് പ്രസ്സിങ് ഹിസ് ചെസ്റ്റ്, ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഇൻ ഹിയർ. ആ പേഷ്യൻ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതെല്ലാം ഒരു ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നതും സൺ ഉദിച്ചിരിക്കുന്നതും എല്ലാം ഗുഡ് സയൻസിൻ്റെ, ഒരു ഗുഡ് ഡേയുടെ സൈൻസ് ആണെന്നറിയാം. ബട്ട് he said, എന്താ പറയുന്നത്? I know these are the signs of good day, but pressing his chest, I don't feel it here. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് പറയാണ്, I don't feel it in here. അതായത് എൻ്റെ നെഞ്ചിൽ എനിക്കൊന്നും അത് ഫീൽ ചെയ്യുന്നില്ല. ഒരു ഫ്ലവറൊക്കെ വിരിഞ്ഞിരിക്കുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാനും ഒരു ഫീലിങ്സ് നമുക്ക് വരുന്നുണ്ട് അല്ലേ, അത് ആസ്വാദിക്കുന്ന ഒരു തരം ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഡ്രഗ് അഡിക്ട്സിൽ ഒരു പൂവ് കണ്ടാലോ, ഒരു സൂര്യനെ കണ്ടാലോ, ചന്ദ്രനെ കണ്ടാലോ, നാച്ചുറൽ ബ്യൂട്ടി കണ്ടാൽ പോലും അവരുടെ ഉള്ളിൽ എന്തില്ല? ഒരു ഡെഡ് ഫീലിംഗ് ആണ്, ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു സന്തോഷം പോലും മനസ്സിൽ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഐ ഹാവ് സീൻ അഡിക്ട്സ് ഹാബിച്വലി പ്രസ് ദിയർ ഫിംഗേഴ്സ്. അപ്പോൾ ഈ അങ്ങനെയുള്ള അഡിക്ട്സിൻ്റെ ഒരു ഹാബിറ്റ് എന്തെന്ന് വെച്ചാൽ അവരിങ്ങനെ ഹാബിച്വലായിട്ട് അവരുടെ ഫിംഗേഴ്സ് ഇങ്ങനെ ഡീപ്പ് ഇൻ ടു ദി ആംസ്, കൈകളിലേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് അവരിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഡ്രഗ് അഡിക്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഓർ ലെഗ്സ്, ചിലപ്പോൾ കൈയിൻ്റെ ഉള്ളിലേക്കായിരിക്കും അവരിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ കാലിൻ്റെ അടിയിലായിരിക്കും. or as if to reassure themselves of their own reality. അവർ റീഅഷ്യൂർ ചെയ്യാണ് അവരുടെ റിയാലിറ്റി. ഇപ്പം നമ്മളെ മുന്നിൽ കാണുന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് പോലും അവർക്ക് വ്യക്തമല്ല. അപ്പം അവർ ഇത് യാഥാർത്ഥ്യമാണ്, ഇത് റിയാലിറ്റി ആണ് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവരുടെ കൈകളിലോ അല്ലെങ്കിൽ കാലിലേക്കോ ഡീപ്പായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നോക്കും. അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് റിയലാണ്, എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത്രയേറെ സെൻസറി ഡിപ്രിവേഷനാണ് അവർക്ക് എന്ത് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. This craving for lost sensation explains in part of the addict's need to continue to seek a drug-induced sensation. അല്ലേ, അങ്ങനെ വീണ്ടും അയാൾ കൂടുതലായിട്ട് എന്തിലേക്ക് എന്നെ വഴുതി വീണുകൊണ്ടേയിരിക്കും? ഡ്രഗ്സിൻ്റെ യൂസിലേക്ക് വീണ്ടും വീണ്ടും വഴുതി വീണുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. If drugs offered a safe form of pleasure, there might be few objections to using them. If drugs offered a safe form of pleasure, ഡ്രഗ്സിന് വളരെ സേഫായിട്ട് ഫോം ഓഫ് പ്ലെഷറാണ് ലഭിക്കുന്നതെങ്കിൽ there might be a few objections to using them. എന്നാൽ അത് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കയറി അങ്ങനെ യൂസ് ചെയ്യാനും പാടില്ല അല്ലേ. എന്ത് വേണം? നമ്മളത് കുറച്ചൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമെന്നാണ് അല്ലേ. അതായത് ഇങ്ങനെയുള്ള ഉത്തേജക മരുന്നുകൾ
വേറെ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് സന്തോഷം മാത്രം പ്രദാനം ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഉപയോഗം തടയേണ്ട ആവശ്യങ്ങളും ചില സമയത്ത് ചിലപ്പം നമുക്ക് ചില ഒബ്ജെക്ഷൻസ് വേണ്ടി വരും അല്ലേ, അത് നമുക്ക് ചിലപ്പോൾ തടയേണ്ടൊക്കെ കാര്യങ്ങൾ വരാം അല്ലേ. എല്ലാ രീതിയിലും പോയിട്ട് അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജെക്ഷൻസ് എന്നാണ് നോക്കേണ്ടത്. However, the claims that they are safe must be recognized as fake in the face of the non-consequences of the continued drug use. എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇങ്ങനെയുള്ള ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചാൽ തീക്ഷ്ണമായ എന്തായിരിക്കും, തിക്തഫലങ്ങളായിരിക്കും അതിൽ നിന്നും ഉണ്ടാകുന്നത്, നെഗറ്റീവ് ഫലങ്ങളായിരിക്കും അതിൽ നിന്നും ഉണ്ടാകുക അല്ലേ. ശരിക്കും പല അപകടങ്ങളും ഉത്തേജക മരുന്നുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഇത് തരം ഉത്തേജക മരുന്നുകളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻട്രൽ ഡ്രഗ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനെ തിക്തഫലം ഉണ്ടാക്കുന്ന, അതിനെ നെഗറ്റീവ് സൈഡ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം അവോയ്ഡ് ചെയ്യണം. എന്തൊക്കെയാണ്? Real dangers exist although the drug user often assumes they do not because the harmful side effects are not immediately apparent. അപ്പോൾ വളരെ ഹാംഫുൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ ഹാംഫുൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സുകളൊന്നും തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലിയർ ആവില്ല. നമ്മൾ ആദ്യമൊക്കെ ഡ്രഗ് യൂസ് ചെയ്താൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഒന്നും ആദ്യം തുടക്കത്തിലൊന്നും ഒരിക്കലും നമുക്ക് വ്യക്തമായിട്ട് കാണില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് അതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്, റിയൽ ഡേഞ്ചേഴ്സ് എക്സിസ്റ്റ് ഓൾദോ ദ ഡ്രഗ് യൂസർ ഓഫൻ അസ്യൂം ദേ ഡു നോട്ട് ബിക്കോസ് ദ ഹാംഫുൾ സൈഡ് എഫക്ട്സ് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ്. അതിൻ്റെ ഹാംഫുൾ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ നമുക്ക് ആദ്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. പോസിബിൾ റിസൾട്ട്സ് റേഞ്ച് ഫ്രം ഇൻസിഡൻറ്റ് ഡെലീരിയസ് ഇഫക്റ്റ് ടു ഡെത്ത് ഫ്രം ഓവർഡോസ്. അപ്പോൾ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് റേഞ്ച് ചെയ്ത് വരുന്നത് ഫ്രം ഇൻസിഡൻ്റൽ ഡെലീരിയസ് ഇഫക്റ്റ് ആണ്. ഒരു ഡെലീരിയസ് ഇഫക്റ്റ്, ഒരു ഡ്രീമി സ്റ്റേറ്റ് ഓഫ് ഇഫക്റ്റ് ആണ് കിട്ടുന്നത്. അതിൽ നിന്നും എവിടേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, ഡെത്തിലേക്ക് വരെ സഞ്ചരിക്കും. ഫ്രം ഓവർ ഡോസ്, അതായത് പെട്ടെന്ന് എനിക്ക് പ്ലഷർ ലഭിക്കണം എന്ന് വിചാരിച്ചിട്ട് ഓവർ ഡോസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഡ്രീമി സ്റ്റേറ്റിലേക്ക് പോവുകയും പിന്നീട് നമ്മൾ ഏതിലേക്ക് നയിക്കപ്പെടുന്നു, ഡെത്തിലേക്ക് വരെ എത്തിച്ചേരുന്നു എന്നതാണ്. അവിടെ ഡെത്ത് ആവുകയാണ് നടക്കുന്നത്. ഓക്കെ. Possible result range from incident delirious effects to death from overdose. The dangers that lie between the extremes are the degeneration of health and depletion of brain function. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, the dangers that lie between the extremes are the degeneration of health. അല്ലേ, നമ്മുടെ ഹെൽത്തിൻ്റെ ഡീജനറേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ആൻഡ് ദ ഡിപ്ലീഷൻ ഓഫ് ദ ബ്രെയിൻ ഫങ്ഷൻ അല്ലേ. അതായത് നമ്മുടെ ഡേഞ്ചേഴ്സ് എന്താ പറഞ്ഞത്, ഡേഞ്ചേഴ്സ് ദാറ്റ് ലൈ ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ് ആർ ദ ഡീജനറേഷൻ ഓഫ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിൻ്റെ എന്ത് സംഭവിക്കുന്നു, ഡീജനറേഷൻ സംഭവിക്കുന്നു. ആൻഡ് ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻ, നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ പോലും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവർഡോസ് ആയിട്ട് യൂസ് ചെയ്താൽ സഡൻ ഡെത്ത് സംഭവിക്കും, നമ്മുടെ ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡീജനറേറ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ പോലും എന്ത് ചെയ്യുന്നില്ല, ആ ഫങ്ഷൻ ചെയ്യാതെ ആകുന്നു എന്നാണ്. ഡ്രഗ്സ് ആഫ്റ്റർ ഓൾ ആക്ട് ഡയറക്ട്ലി ഓൺ ദ ബ്രെയിൻ. അപ്പം ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ നമ്മുടെ ബ്രെയിനിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് ഇഫക്റ്റ് ചെയ്യുക അല്ലേ. ദ ഡ്രഗ്സ് ആഫ്റ്റർ ഓൾ ആക്ട് ഡയറക്ട്ലി ഓൺ ദ ബ്രെയിൻ ആൻഡ് കോസ് മെൻ്റൽ മെക്കാനിസംസ്. പിന്നീട് ഉണ്ടാകുന്നത് എന്തായിരിക്കും, മെൻ്റൽ മെക്കാനിസംസ് ആയിരിക്കും. ടു റെസ്പോണ്ട് എബ്നോർമലി, നമ്മൾ ബിഹേവ് ചെയ്യുന്നത് പോലും എബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. ഓക്കെ, സാധാരണ രീതിയിലായിരിക്കില്ല നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. കാരണം ബ്രെയിന് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ബ്രെയിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുകയും നമ്മുടെ മെൻ്റൽ മെക്കാനിസത്തെ അത് ബാധിക്കുകയും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എബ്നോർമൽ പേഷ്യൻസ് ബിഹേവ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നു. ദ റിസ്ക് ആർ ഗ്രേറ്റ് ഫോർ ദ പെർസിസ്റ്റൻറ്റ് യൂസർ. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ അതിൻ്റെ റിസ്ക് കുറച്ചും കൂടി സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു എന്നതാണ്. In particular, there is the danger that he will do himself a great deal of harm before the warning system occurs. In particular, there is the danger that he will do himself a great deal of harm. അയാൾ ഒരുപാട് സ്വന്തം തന്നെ വേദനിപ്പിക്കുമെന്നാണ്, സ്വന്തം ശരീരത്തിൽ ഒരുപാട് കുത്തി നോവിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ്. ചിലപ്പോൾ മുറിവേൽപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും, അതിൽ പോലും പ്ലഷർ കണ്ടെത്തുന്ന ആളുകളുണ്ടെന്നാണ്. In particular, there is a danger that he will do himself a great deal of harm before the warning systems occur.
ആ വാർണിംഗ് സിസ്റ്റം വരുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്വന്തം ശരീരത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ചിലപ്പോൾ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുമെന്നാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഡ്രഗ്-റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വാരീഡ്. അപ്പം ഇങ്ങനെയുള്ള ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട് അല്ലേ, വളരെ ഡിഫറെൻ്റ് ആണ്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഇനി നമുക്ക് ഹെൽത്ത് ഡിസോർഡേഴ്സ് വരാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. Dirty needles and solutions used for injecting drugs can cause abscesses in the arms and veins. അപ്പം ഇങ്ങനെയുള്ള ഡേർട്ടി നീഡിൽസൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച നീഡിൽ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഡേർട്ടി നീഡിലായിട്ട് മാറും. ഇങ്ങനെയുള്ള ഡേർട്ടി നീഡിൽസും സൊല്യൂഷൻസും യൂസ്ഡ് ഫോർ ഇൻജെക്റ്റിംഗ് ഡ്രഗ്സ്, ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻജെക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ക്യാൻ കോസ് അബ്സസസ് ഇൻ ദ ആംസ്. എന്താ അവിടെ സംഭവിക്കുന്നത്? കൈകളിലൊക്കെ അബ്സസസ് ആണ് വരുന്നത്. എന്താ അബ്സസസ് എന്ന് പറഞ്ഞാൽ? പഴുപ്പാണ് വരുന്നത്. ഓക്കെ, വെയിൻ അല്ലേ, ആംസിൽ വരാം, അതേപോലെ വെയിൻസിലും വരാം. ആംസ് ആൻഡ് വെയിൻസ്. So drug-related health disorders are many and varied, and dirty needles and solutions can be used for injecting drugs cause abscesses. അപ്പോൾ dirty needles ഉപയോഗിക്കുന്നത് വഴി നമുക്ക് പസ്സുകൾ ഉണ്ടാകാം, abscesses ഉണ്ടാകാം, പഴുപ്പുകൾ ഉണ്ടാകാം. ഇൻ ദ ആംസ് ആൻഡ് വെയിൻസ്, കൈകളിലും ഞരമ്പിലൊക്കെ പഴുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ലിവർ ഡിസീസ് ഉണ്ട്, വെനീറിയൽ ഡിസീസ് ഉണ്ട്. വെനീറിയൽ ഡിസീസ് പറഞ്ഞാൽ സെക്ഷൽ ഡിസീസസ് സംഭവിക്കാം. ആൻഡ് ഇൻഫെക്ഷൻസ് ഓഫ് കിഡ്നി ആൻഡ് ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിലും കിഡ്നിയിലും എല്ലാം എന്തും വരാം, ഇൻഫെക്ഷനും വരാം ഇങ്ങനെയുള്ള ഡേർട്ടി നീഡിൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇനി സ്നിഫിങ് കൊക്കെയിൻ. ചില ആളുകൾ കൊക്കെയിനൊക്കെ സ്നിഫ് ചെയ്യുമായിരിക്കും അല്ലേ, മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ആളുകളുണ്ടായിരിക്കും, സ്നിഫ് ചെയ്യുക അല്ലേ. സോ സ്നിഫിങ് കൊക്കെയിൻസ് ആൻഡ് ആംഫിറ്റമൈൻസ് ക്യാൻ ഡാമേജ്. അപ്പം ഇങ്ങനെയുള്ള കൊക്കെയിൻസ് സ്നിഫ് ചെയ്യുന്നത് വഴി, ആംഫിറ്റമൈൻസും സ്നിഫ് ചെയ്യുന്നത് വഴി ക്യാൻ കോസ് ഡാമേജ് ദ ടിഷ്യൂ ഓഫ് ദ നോസ്. അപ്പം നോസിലേക്ക്, മൂക്കിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നോസിൽ എന്ത് സംഭവിക്കുന്നു? ഡാമേജ് വരും അല്ലേ. ആൻഡ് നോസിലുള്ള ടിഷ്യൂസിനൊക്കെ ഡാമേജ് സംഭവിക്കുകയും. ആൻഡ് മരിജ്വാന ആൻഡ് ടുബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ്. മരിജ്വാന പോലെയുള്ളത് എന്ന് വെച്ചാൽ കഞ്ചാവ് പോലെയുള്ള ഐറ്റംസ്, അതേപോലെ ടുബാക്കോ, പുകയില, ഇതൊക്കെ സ്മോക്ക് ചെയ്യുന്നത് വഴി ക്യാൻ കോസ് ലങ് ഡിസീസസ്. അവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും? ലങ് ഡിസീസസ് ആയിരിക്കും. അപ്പോൾ ഹെവി യൂസേഴ്സ് ഓഫ് ആൽക്കഹോൾ, വോളറ്റൈൽ സോൾവെൻറ്റ്സ്, ആംഫിറ്റമൈൻസ് ഓർ മരിജ്വാന may find that their livers are permanently damaged. ഹെവി യൂസേഴ്സ് ഓഫ് ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ, വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ വോളറ്റൈൽ ചെയ്യാന്നാൽ ഇവാപ്പറേറ്റ് ചെയ്യാം, ഇവാപ്പറേറ്റ് ചെയ്ത് വരുന്ന സോൾവെൻറ്റ്സ് ഉപയോഗിക്കും. അതിൽ നിന്നും അത് ആസ്വദിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളിലും, ആംഫിറ്റമൈൻസ് യൂസ് ചെയ്യുന്ന ആളുകളിലും, മരിജ്വാന യൂസ് ചെയ്യുന്ന ആളുകളിലും വി ഫൈൻഡ് ദാറ്റ് ദെയർ ലിവേഴ്സ് ആർ പെർമനൻ്റ്ലി ഡാമേജ്ഡ്. അവിടെ ലിവർ കംപ്ലീറ്റ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു ഓപ്പിയേറ്റ്സ് ആർ ലൈക്ലി ടു ബി ബോൺ അഡിക്റ്റഡ്. ഇനിയിപ്പം സ്ത്രീകളും ഉപയോഗിക്കുന്നുണ്ട്, പുരുഷന്മാർ മാത്രമല്ല അങ്ങനെയുള്ള യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സെൻട്രൽ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നത് ആരും ഉപയോഗിക്കുന്നുണ്ട്? സ്ത്രീകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബേബീസ് ഉണ്ടാകുമ്പോൾ ആ ബേബീസ് പോലും അതിന് അഡിക്റ്റഡ് ആയിട്ടായിരിക്കും ജനിക്കുന്നത് എന്നാണ്. ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു ഓപ്പിയേറ്റ്സ് ആർ ലൈക്ലി ടു ബി ബോർഡ് അഡിക്റ്റഡ് ആൻഡ് ടു സഫർ ഫ്രം വിഡ്രോവൽ സിംറ്റംസ്. അവർക്കും ഏതിൻ്റെ സിംറ്റംസ് കാണാം? ഇങ്ങനെയുള്ള വിഡ്രോവൽ സിംറ്റംസ് കാണാം. കൊക്കെയിൻ ആൻഡ് ആംഫിറ്റമൈൻസ് ക്യാൻ കോസ് ഹെയർ ടു ഫോൾ ഔട്ട്. ഇപ്പം നമ്മൾ കൊക്കെയിൻസും അതേപോലെ ആംഫിറ്റമൈൻസും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ പോലും ഫോൾ ചെയ്യുന്നുണ്ട് എന്നാണ് അല്ലേ, നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം സംഭവിക്കും. Recent researchers has indicated that marijuana can damage cells. അപ്പം marijuana പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ സെൽസിനെ പോലും ഡാമേജ് സംഭവിപ്പിക്കുന്നു. A drug user's way of life makes him more susceptible to pneumonia, tuberculosis, malnutrition and weight loss. അപ്പം ഇങ്ങനെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകളിൽ ന്യൂമോണിയ വരാം,
ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ TB വരാം, ക്ഷയം വരാം അല്ലേ. അതേപോലെ എന്തായിരിക്കും, മാൽന്യൂട്രീഷൻ, ന്യൂട്രീഷൻ ഇല്ലാത്ത അവസ്ഥകൾ വരാം, മാൽന്യൂട്രീഷൻസ് വരാം, പോഷകാഹാരക്കുറവ് വരാം. ആൻഡ് വെയിറ്റ് ലോസ്, വെയിറ്റ് പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറുമെന്നാണ്. Finally, an overdose of any of the essential drugs can lead to respiratory or cardiac failure and death. Finally, last എന്താ സംഭവിക്കുന്നത്, an overdose of any of the essential drugs. ഏതെങ്കിലും സെൻഷ്യൽ ഡ്രഗ്സിൻ്റെ ഓവർഡോസ് മൂലം നമ്മൾ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു സെൻഷ്യൽ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ can lead to respiratory or cardiac failure and death. ചിലപ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റ് സംഭവിക്കാം, കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാം, പെട്ടെന്ന് ഡെത്ത് സംഭവിക്കാം, റെസ്പിറേറ്ററി ആയിട്ടുള്ള അസുഖങ്ങൾ വരാം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വരാം അല്ലേ. കാർഡിയാക് ഫെയിലിയർ സമയം ഹൃദയസ്തംഭനം വരികയും പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യേണ്ടി വരും, ഓവർ ഡോസായിട്ട് നമ്മൾ ഏത് ഉപയോഗിച്ചാൽ ഇങ്ങനെയുള്ള സെൻഷ്യൽ ഡ്രഗ്സുകൾ ഉപയോഗിച്ച്. ഇതെല്ലാം ഇതിൻ്റെ സൈഡ് ഇഫക്ട്സിനെ കുറിച്ചിട്ടാണ് ഹാർഡിൻ ജോൺസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെൻഷ്യൽ ഡ്രഗ്സ് എഫക്റ്റ് ദ കെമിസ്ട്രി ഓഫ് ബ്രെയിൻ സെൽസ്. നമ്മുടെ ബ്രെയിന് ഭയങ്കര കെമിസ്ട്രിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ സെൽസ് വഴിയും അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും കെമിസ്ട്രിയിലാണ് ഓരോ സെൽസും നമ്മുടെ ബ്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സെൻഷ്യൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആ കെമിസ്ട്രിയെ അത് ബാധിക്കുന്നുണ്ട്. ആൻഡ് സെൽ ഫങ്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് എൻസൈംസ് ആണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഓരോ സെൽ ഫങ്ഷൻസിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഈ സെൽ ഫങ്ഷൻസ് കംപ്ലീറ്റ് ക്യാരി ചെയ്യുന്നത് ബൈ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ആണ് ആക്ടിങ് വിത്തിൻ ഈച്ച് സെൽസ്. ഓരോ സെല്ലിൻ്റെ ഉള്ളിലും ഇങ്ങനെ എൻസൈംസ് ആണ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. Depending on how the cell chemistry acts, the cell either reinforces or shift the dominance of cell pathways and hookups. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ സെൽ കെമിസ്ട്രി ആഡ് അപ്പ്. എങ്ങനെയാണ് ഈ സെൽ കെമിസ്ട്രി അവിടെ ആഡ് ചെയ്യുന്നത്, ദ സെൽ ഐദർ റീഇൻഫോഴ്സസ്. അപ്പോൾ നമ്മുടെ സെൽ എന്ത് ചെയ്യും, ഒന്നിൽ റീഇൻഫോഴ്സ് ചെയ്യും അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും ദ ഡോമിനൻസ് ഓഫ് ദ സെൽ പാത്വേസ് ആൻഡ് ഹൂക്കപ്സ് അല്ലേ. യാന്ത്രിക അവയവങ്ങളുടെ ഒരു ഏകീകരണ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഹൂക്കപ്സ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ സെൽ കെമിസ്ട്രി ആഡ്സ് അപ്പ്, ദ സെൽ ഐദർ റീഇൻഫോഴ്സസ് ഓർ ഷിഫ്റ്റ് ദ ഡോമിനൻസ് ഓഫ് സെൽ പാത്വേസ് ആൻഡ് ഹൂക്കപ്സ് എന്നാണ് അല്ലേ. അവരവിടെ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പം എന്താ പറയുന്നത്, അതായത് നമ്മൾ ഉത്തേജക മരുന്നുകൾ തലച്ചോറിലെ സെല്ലുകളുടെ കെമിസ്ട്രിയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഓരോ സെല്ലിലും അടങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് എൻസൈമുകൾ കൂടിയാണ്, ആ എൻസൈമിൽ കൂടിയാണ് ഓരോ പ്രവർത്തനങ്ങളും ബ്രെയിനിൽ നടക്കുന്നതെന്നും പറഞ്ഞു. ഇനി ഉത്തേജക മരുന്നുകൾ ഈ സെല്ലുകളുടെ കെമിസ്ട്രിയെ താറുമാറാക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ ശരിക്കും നല്ല ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെയുള്ള സെൻഷ്യൽ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുമ്പോൾ ആ സെൽ ഫങ്ഷനെ താറുമാറാക്കുന്നുണ്ട് ആര്, ഇത് അല്ലേ. ഇനി നമ്മൾ വിഷാംശമുള്ള എന്തെങ്കിലും ഒരു കെമിക്കൽ തലച്ചോറിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ തന്നെ താറുമാറാക്കുന്നു എന്നതാണ്. എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും എന്തെങ്കിലും വിഷാംശമുള്ള കെമിക്കലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തലച്ചോറിൻ്റെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നു എന്ന് അല്ലേ. ഇനി എന്താ ചെയ്യുന്നത്, അവ സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. താറുമാറാക്കുക മാത്രമല്ല, അവിടെയുള്ള സെല്ലിനെ നശിപ്പിക്കുകയും അങ്ങനത്തെ അതിൻ്റെ ദോഷം നമുക്ക് എന്നേക്കുമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ്. Okay, toxic chemicals can easily upset the delicate chemical balance of the brain's intricate system of communication. നമ്മുടെ ബ്രെയിനിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലേ, ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ബ്രെയിനിൽ നടക്കുന്നത്. ആ ബ്രെയിനിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ ഇങ്ങനെയുള്ള ടോക്സിക് കെമിക്കൽസ് ബാധിക്കുന്നു. ഈ ടോക്സിക് ഇഫക്ട്സ് മേ ബി ട്രാൻസിറ്ററി ഓർ പെർമനൻറ്റ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ടോക്സിക് ഇഫക്ട്സ് ചിലപ്പോൾ പെർമനൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം. ഇതെല്ലാം എന്തായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദി സെൽ ഡാമേജ്. ആ സെല്ലിൻ്റെ ഡാമേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിരിക്കുക. ആ സെല്ല് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം ബ്രെയിനുള്ള സെല്ല് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്ത് പോകാം നമ്മളിങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്നാണ്. ദിസ് ആർട്ടിക്കിൾ ഫോക്കസസ് ഓൺ ദി ഇഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ അല്ലേ ഒരു എസ്സേ പോലെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് പഠിക്കുന്ന എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. സോ ദ ആർട്ടിക്കിൾ ഫോക്കസ് ഓൺ ദി ഇഫക്ട്സ് ഓഫ് ദ ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള ഡ്രഗ്സിൻ്റെ ഇഫക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് ടു മിനിമൈസ് ദിയർ ഇഫക്ട്സ് ഓൺ അതർ പാർട്ട് ഓഫ് ദ ബോഡി, ഫോർ ദീസ് ക്യാൻ സംടൈംസ് ബി മോർ ഡെബിലിറ്റേറ്റിംഗ്. ഇത് കൂടുതൽ വീക്കൻ ചെയ്യപ്പെടുന്നതാണ്, ഡെബിലിറ്റേറ്റിംഗ് ആണ്
അല്ലേ? ഡെബിലിറ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? വീക്കൻ ചെയ്യുന്നതാണ്. ഡാമേജ് ടു ദ ബ്രെയിൻ ഹൗവർ ഇസ് മോർ സട്ടിൽ, മോസ്റ്റ് ഓഫൺ അൺറെക്കഗ്നൈസ്ഡ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സട്ടിലാണ്. സട്ടിൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് നോട്ട് ഈസി ടു നോട്ടീസ് ആൻഡ് മോസ്റ്റ് ഓഫൺ അൺറെക്കഗ്നൈസ്. ചിലപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാതെ തന്നെ പോകും, അല്ലേ? നമുക്ക് ക്ലിയർ ആയിരിക്കില്ലേ നമ്മുടെ ബ്രെയിനിന് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിൽ പല സെൽസും ചിലപ്പോൾ ഡാമേജ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഡാമേജ് ആകുന്ന ബ്രെയിനിൻ്റെ സെൽ ഫങ്ഷൻസ് ചിലപ്പോൾ നമുക്ക് അൺറെക്കഗ്നൈസ്ഡ് ആയിരിക്കാം, പെട്ടെന്ന് ഈസിലി ഐഡൻറ്റിഫയബിൾ ആയിരിക്കില്ല. ആൻഡ് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസസ് ഓഫ് ദ ഡ്രഗ് അബ്യൂസ്. പിന്നീട് ആൻഡ് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് ദ കോൺസിക്വൻസസ് ഓഫ് ദി ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്? അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ തലച്ചോറിനേക്കാൾ അമിതമായിട്ട് അമിതകളുടെ മരുന്നുകളുടെ അപകടം ഏറ്റുവാങ്ങുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശരീരവും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള എസെൻഷ്യൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം ഏറ്റുവാങ്ങുന്നുണ്ട് എന്നാണ്, അല്ലേ? അപ്പോൾ തലച്ചോറിൻ്റെ ക്ഷതങ്ങൾ തിരിച്ചറിയാൻ കൂടുതൽ പ്രയാസമുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവയാണ് ഏറ്റവും കുറവ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും എന്നാണ്. തലച്ചോറിൻ്റെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ബ്രെയിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സെൽസ് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റെക്കഗ്നൈസ് എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഹാർഡിൻ പി ജോൺസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഹാർഡിൻ പി ജോൺസ് അതൊരു വാർണിംഗ് ആയിട്ടാണ് പറയുന്നത്, അല്ലേ? ഇറ്റ് ഈസ് എ വാർണിംഗ് എഗെയിൻസ്റ്റ് ഓവർ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ ഇന്ന് ബിലീവ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എനി ഡിസീസ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ ടേക്കിംഗ് എ പിൽ. ഏത് ഡിസീസും നമുക്കൊരു പില്ല് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യാമെന്നതാണ്. പക്ഷേ ഇങ്ങനെ പിൽസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് ദിസ് ലീഡ് ടു വൈഡ് സ്പ്രെഡ് ഡ്രഗ് അബ്യൂസ്. ഇതാണ് ഡ്രഗ് അബ്യൂസിലേക്ക് നയിക്കപ്പെടുന്നത്, അല്ലേ എന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഈ ചാപ്റ്റർ? ഓക്കെ, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.